തിരുവനന്തപുരം തിരുമല ബി.ജെ.പി കൗൺസിലർ തിരുമല അനിൽകുമാറിനെ ഓഫീസിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്ത. ബി.ജെ.പിക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ചാണ് ആത്മഹത്യ. ആത്മഹത്യക്കുറിപ്പിൽ പരാമർശം എന്നാണ് സൂചന. നേരത്തെ വി രാജേഷിനോട് ഷഫീദ് റാവുത്തർ ചോദിക്കുമ്പോഴും ഇത്തരത്തിൽ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെപ്പറ്റി വി രാജേഷ് പറയുന്നുണ്ടായിരുന്നു. മനീഷ് മഹിപാല വാർത്തകൾ ചേർന്നു. മനീഷ്, കൂടുതൽ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ബി.ജെ.പി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അത് ഞെട്ടിക്കുന്ന വാർത്തയായി പോയി. മനീഷ്. ഹാഷ്മി, അതെ, ഞെട്ടിക്കുന്ന വാർത്തയാണ്. തലസ്ഥാനത്തെ കോർപ്പറേഷനിലെ കൗൺസിലറാണ് ഈ അനിൽ. തിരുമലയിലെ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് വെച്ചാണ് 10:30യോടുകൂടിയാണ് സംഭവം നാട്ടുകാർ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പുറം ലോകം അറിയുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പം നേതാക്കളായിട്ടുള്ള കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ തിരുമല വാർഡ് കൗൺസിലറായിട്ടുള്ള അനിലിന്റെ ഈ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഒരു നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഒരു കോംപ്ലക്സ് ഉണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ്. അതിനുള്ളിൽ തന്നെയുള്ള ഈ അനിലിന്റെ ഓഫീസിൽ, കൗൺസിലറിന്റെ ഓഫീസിനുള്ളിലാണ് ഈ രീതിയിൽ ആത്മഹത്യ ചെയ്തു എന്ന് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ബി.ജെ.പി നേതൃത്വം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, അതായത് ഈ വലിയശാലയിൽ ഒരു സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നു, ബാങ്കിൽ വായ്പ എടുത്ത് തിരിച്ചടവിന് ചില പ്രതിസന്ധി അദ്ദേഹം നേരിട്ടിരുന്നു. പക്ഷേ ബി.ജെ.പി നേതൃത്വത്തിന്റെ സഹായം ഉണ്ടായില്ല എന്ന കാര്യങ്ങൾ ബി.ജെ.പി നേതൃത്വം തള്ളുകയാണ്. എന്താണ് ഈ മരണ കാരണം, അല്ലെങ്കിൽ അത് ആത്മഹത്യയാണെങ്കിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്തെന്ന കാര്യത്തിലടക്കം ബി.ജെ.പി നേതാക്കൾക്കോ പ്രവർത്തകർക്കോ കൂടെയുള്ള ആളുകൾക്കോ ഒന്നും ഇതുവരെയും വ്യക്തതയില്ല. കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യക്തിപരമായ വിഷയങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട്, സൂയിസൈഡ് നോട്ട് ഉണ്ട് എന്നുള്ള സൂചന നിലവിൽ ലഭ്യമായിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ, ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ എന്താണ് സൂയിസൈഡ് നോട്ടിലുള്ള വിവരം എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. നിലവിൽ പോലീസ് അടക്കമുള്ള ആളുകളുണ്ട്. ഇവിടെ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾ ഇനി ഇവിടെ നിന്നും മാറ്റിയ ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളുള്ളത്. എന്താണെങ്കിലും വിരലടയാള വിദഗ്ധരടക്കം ഇവിടെ സ്ഥലത്തെത്തി കൃത്യമായ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക. അങ്ങനെ തലസ്ഥാന നഗരത്തെ തന്നെ ഞെട്ടിക്കുന്ന തിരുമലയിൽ എപ്പോഴും ആളുകളുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇത്. രാവിലെ തന്നെ ഇതിന്റെ വാതിക്കൽ വലിയ ചന്ത, അതായത് വലിയ കമ്പോളമുള്ളൊരു സ്ഥലമാണ്. അതിന്റെ നടുക്കുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ സദാസമയവും ആളുകളുള്ള ഒരു കോംപ്ലക്സിനകത്ത് ഈ രീതിയിൽ 10:30യോടുകൂടിയാണ് ഓഫീസിനകത്ത് ഇദ്ദേഹത്തിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണോ ഇവിടെ എത്തിയത് അതോ രാവിലെയാണോ ഇവിടെ എത്തിയെന്ന കാര്യത്തിലടക്കം വ്യക്തത വന്നിട്ടില്ല. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ വാർത്ത അറിഞ്ഞ് ഇവിടെ കൂടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തും വലിയ ഗതാഗത കുരുക്ക് കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അതും കൂടെ മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന ആളുകളെയൊക്കെ തന്നെ മാറ്റി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ, ഏതെങ്കിലും ആളുകൾ ഈ രീതിയിൽ അദ്ദേഹത്തെ ഇന്നലെ രാത്രിയോ ഇന്ന് പകലോ ഓഫീസിലേക്ക് എത്തിയ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സംബന്ധിച്ച മൊഴിയോ ഒക്കെ തന്നെ പോലീസ് ആരായുന്നുണ്ട്. ഇത് സംബന്ധിച്ച് എന്താണെങ്കിലും പോലീസ് ഒരു വ്യക്തതയും തരുന്നില്ല. എന്തായാലും അത് വ്യക്തമാവട്ടെ. തിരുവനന്തപുരം തിരുമല ബി.ജെ.പി കൗൺസിലർ തിരുമല അനിൽകുമാറിനെയാണ് ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുമലയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്താണ് തിരുമല അനിൽകുമാറിന്റെ ഓഫീസ്. ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് കുമ്മനം ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അങ്ങനെ ആ ഓഫീസിനുള്ളിലാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ തിരുമല അനിൽകുമാറിനെ കാണപ്പെട്ടത്. രാവിലെ 10:30യോടെയാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഈ പറയുന്ന രീതിയിൽ വലിയ ജനസ്വാധീനമുള്ള അല്ലെങ്കിൽ ജനങ്ങൾ എപ്പോഴുമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ പോയ ദിവസം രാത്രി അവിടെ എത്തിയ അനിൽകുമാർ പിന്നെ മടങ്ങിപ്പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന് വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഓഫീസിനുള്ളിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു ആത്മഹത്യാക്കുറിപ്പിനെ അവർ പറയുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പടക്കം പോലീസിൻ്റെ കയ്യിലാണ്. ആത്മഹത്യാക്കുറിപ്പിൽ ഈ സഹകരണ ബാങ്ക് തകർച്ചയിൽ പാർട്ടി നേതൃത്വം സഹായിച്ചില്ല എന്ന കാര്യങ്ങളൊക്കെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്നതാണ് സൂചന. ഷഫീദ് റാവുത്തർ നേരത്തെ ബി.ജെ.പി ജില്ലാധ്യക്ഷനോട് ചോദിക്കുമ്പോഴും അദ്ദേഹം അത് തള്ളിക്കളയുന്നില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ബാങ്കിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന കാര്യം അദ്ദേഹം തള്ളിക്കളയുന്നില്ല. ഇത്തരത്തിൽ എന്താണ് ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചടച്ചില്ല, അതാണ് പ്രശ്നം, അതാണ് പ്രതിസന്ധി കാരണം എന്നാണ് വി രാജേഷ് പറഞ്ഞത്. അപ്പോൾ ഈ ലോൺ അടയ്ക്കാത്തവരുടെ കാര്യങ്ങൾ നേതൃത്വത്തോട് പറഞ്ഞിരുന്നു എന്നുകൂടി വി രാജേഷ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഇപ്പോൾ ലോൺ എടുത്തവർ തന്നെ അടയ്ക്കണമല്ലോ, അല്ലെങ്കിൽ നിയമ നടപടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വി രാജേഷ് പറയണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം വി രാജേഷിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ. തിരുമല കൗൺസിലറാണ് ഈ പറഞ്ഞിരുന്ന നല്ല സംഘാടകനും പ്രാസംഗികനും ഒക്കെ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹമാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിക്കകത്ത് തൂങ്ങി മരിച്ച നിലയിൽ നിന്നുള്ള ആ വാർത്ത പുറത്തു വരുന്നത്. 10:30യോടുകൂടിയാണ് നാട്ടുകാരും ഈ സംഭവം അറിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.